ഈ മജ്‌ലിസ് ഇത്രയും വലിയൊരു വളർച്ചയിൽ ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആദ്യം ഒന്ന് വിഷമിച്ചെന്ന് പറഞ്ഞാൽ ഇതിനെ ചില ആളുകളൊക്കെ എതിർത്തായിരുന്നു. നമ്മൾ വിചാരിച്ച അതുകൂടി എല്ലാം തകർന്നെന്ന്. അങ്ങനെ ആ എതിർത്തതിൻ്റെ തൊട്ടടുത്തുള്ള മജ്‌ലിസ് ഞങ്ങളിങ്ങനെ രാവിലെ കാത്തിരിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത വണ്ടികളുടെ അലർച്ച, ഹോണടി, ഗേറ്റ് തുറക്കൽ, വണ്ടി കയറ്റിയിടൽ. അപ്പോൾ ഞങ്ങൾ എന്താ കാര്യം, ഇത്രയും നേരത്തെ ആൾ വന്നിട്ടില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ അന്നും ഈ മജ്‌ലിസിലും ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞത് ഇതിനെ നെഗറ്റീവായിട്ട് ആളുകളുടെ മുമ്പിൽ വലിച്ചു കീറാനുള്ള അവസരം ഒരുക്കിയ ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നതോടൊപ്പം അവിടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ റബ്ബേ എന്ന് കരഞ്ഞ് ദുആ ചെയ്തു പോയി. അൽഹംദുലില്ലാ ഉസ്താദേ, ഞങ്ങൾ തോറ്റാലും നിങ്ങൾ ജയിച്ചില്ലേ, ജനാധിക്യം കൂടില്ലേ, ആളുകളുടെ നിലക്കാത്തൊഴുക്കില്ലേ, അപ്പോൾ നിങ്ങൾ വിജയിച്ചു. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, മതി. അപ്പോഴും ഞങ്ങളുടെ ആത്മഹർഷം എന്താണെന്നറിയോ, ഒരു യഥാർത്ഥ മുഅ്മിന് പോലും അവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാലോചിക്കുമ്പോൾ സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ ഈ സംസാരിക്കുന്നത് പോലെ നാട്ടു സാമ്പത്തികവും ഒരു പച്ചപ്പട്ടൊക്കെ ഇട്ട് ഈ കാണിക്കുന്ന പ്രഹസനമൊക്കെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ടും പറ്റും. സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിച്ച് ഇപ്പം നമ്മളൊക്കെ നേടിയെടുക്കുന്ന വിശ്വാസം കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് സ്വാധീനിക്കാനും അതുവഴി ലക്ഷങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മളൊക്കെ എന്തൊക്കെ പറ്റും, പറ്റത്തില്ലെന്നല്ല. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ആലോചിക്കുമ്പോൾ പ്രശ്നമാണ്. ആ റിസൾട്ട് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, മരിക്കുമല്ലോ, റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ. നമ്മൾ സ്വയം പിഴച്ചവരാണെങ്കിൽ അത് അത്രേ ഉള്ളത് വിചാരിക്കാം. ഇതങ്ങനെയല്ല, നമ്മൾ കാരണം മറ്റുള്ളവർ കൂടി പിഴക്കുകയാണ്. നമ്മൾ ആളുകളെ എന്തെല്ലാം പറഞ്ഞ് ചൂഷണം ചെയ്യാണ്. നമ്മുടെ മക്കൾക്ക് ഈ ചൂഷണത്തിലൂടെയുള്ള പണം കൊണ്ട് കൊടുക്കുകയാണ് നമ്മൾ. നമ്മുടെ മക്കൾ നന്നാവുമോ? നമ്മുടെ മക്കൾ ഹലാൽ കഴിക്കുന്നുണ്ടോ? നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുമോ? നമ്മൾ ചിന്തിക്കണ്ടേ. ഇതൊക്കെ ഓർത്തിട്ട് മാറുന്നതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിയാക്കന്മാർക്കും പ്രഭാഷകരായ ആളുകൾക്കൊക്കെ ഇങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള മാസ്മരികമായ കഴിവുണ്ട്. അവരെല്ലാം ഈ കളത്തിൽ ഇറങ്ങാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? അവരൊക്കെ വിചാരിക്കുന്ന അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ആൾ കൂടുന്ന കണ്ടിട്ട് അതൊരു മഹാപ്രസ്ഥാനമാണെന്ന് വിചാരിക്കരുത്, അത് ശരിയാണെന്ന് വിചാരിക്കരുത്. കേരളത്തിൽ കോടിക്കണക്കിന് ആസ്തി ഉള്ളതും ഒരു ഹോസ്പിറ്റലൊക്കെ നടത്തുന്ന ആൾ ഇവിടുത്തെ ഒരു അത്യാവശ്യം ആത്മീയത, അതിൻ്റെ 2 വർഷം ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ്, അവർക്ക് അവരുടേതായ ശരിയുണ്ട്. അതുകൊണ്ട് അവരെ ആക്ഷേപിക്കാൻ നമ്മളില്ല. അവരുടെയൊക്കെ ആൾ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ആളുകൾ എത്രയോ സ്ഥലങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്കറിയുന്ന ഒരാൾ സർപ്പദോഷം ഉണ്ടായാൽ അയാൾ വേഗം പറഞ്ഞു കൊടുക്കുന്ന മറുമരുന്ന് എന്ന് പറഞ്ഞാൽ പച്ച കുഫിരിയത്താണ്. പച്ച കുഫിരിയത്ത്. ബഹുമാനപ്പെട്ട ഹാരിസ് മദനിക്ക് അടക്കം അറിയാം അത്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന് പുറത്തു പോകുന്ന കാര്യങ്ങൾ വരെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർക്ക് ആളുകൾ നിലക്കാതെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ശരിയാണെന്ന് വരുമോ? ഒന്നുമില്ല. നിങ്ങൾ ആളുകളുടെ പണം മാത്രമല്ല തിന്നുന്നത്, ആളുകളുടെ ഈമാനും കൂടെ നിങ്ങൾ തകർത്ത് കളയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാശ് ആരൊക്കെ എന്തൊക്കെ വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവർക്കെതിരെയൊക്കെ നമ്മൾ അവരെ പിന്നാലെ നടക്കുകയാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടം, എന്തെങ്കിലും ചെയ്തോട്ടെന്ന് വിചാരിക്കും. ഇത് അങ്ങനല്ല. നിങ്ങളെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്തോ വലിയ സ്വാത്വികരും നിങ്ങൾക്ക് എന്തോ പ്രത്യേകമായ ചൈതന്യവും കഴിവുള്ളവരാണെന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളുടെയൊക്കെ വരിക. നിങ്ങളുടെയൊക്കെ ഒരു ചൈതന്യം, ഒരു മണ്ണാങ്കട്ട ഇല്ലെന്നേ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ പൊട്ടിപ്പോയ ഹോട്ടലുകളും നിങ്ങൾക്ക് തകർന്നു പോയ ബിസിനസ്സുകളെയൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. കഴിഞ്ഞില്ല. നിങ്ങളുടെ ബിസിനസ്സിനെ പോലും നിങ്ങൾക്ക് അതിജീവിക്കാൻ, ആ പരാജയത്തിൽ നിന്ന്, ആ കടത്തിൽ നിന്ന് അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പം കണ്ട ഏറ്റവും നല്ല മാർഗം എന്താണ്? ഈ ആത്മീയ വാണിഭമാണ്. നിങ്ങൾ നടത്തിക്കോളി, ആളുകൾ കൂടിക്കോളി. ആളുകളോട് പറഞ്ഞു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമല്ലാത്തൊരു ഉത്തരവാദിത്തം നമുക്കില്ല. ആളുകൾ മനസ്സിലാക്കുന്ന ആളുകൾ, ഉൾക്കൊള്ളുന്ന ആളുകൾ മാത്രം ഉൾക്കൊണ്ടാൽ മതി. ഇനി ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും നിങ്ങളിലേക്ക് ആകൃഷ്ടരായി നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു വന്നാലും ഞാനതിനൊപ്പം ഉണ്ടാവില്ല. ഈ കേരളത്തിലുള്ള മുഅ്മിനീങ്ങളായ യഥാർത്ഥ സത്യസന്ധമായി അള്ളാഹുവിൻ്റെ ദീനെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ മുസ്ലിയാരും അതിൻ്റെ പിന്നാലെ ഉണ്ടാവില്ല. കാരണം എന്തറിയാമോ? അവർക്ക് വ്യക്തമായി ബോധ്യമുണ്ട്, ഈ കളിയെല്ലാം കഴിഞ്ഞ് റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധമുണ്ട്. ഇത് കൊണ്ടുപോയി സ്വന്തം മക്കൾക്ക് കൊടുത്തല്ല, ഹലാലല്ല എന്നുള്ള ബോധമുണ്ട്. ആയിരക്കണക്കിന് നിഷ്കളങ്കരായ സ്ത്രീകളെയും പുരുഷന്മാരെയും ചൂഷണം ചെയ്ത് ഉണ്ടാക്കുന്ന ഈ വാണിഭത്തിന്റെ പൈസ കൊണ്ട് തിന്നാൽ ഇറങ്ങത്തില്ലെന്നറിയും. എത്ര ആസ്മാകരറിയാം? ഏതെങ്കിലും ഒരുത്തൻ സാമ്പത്തികമായി രക്ഷപ്പെട്ടവരുണ്ടോ? എത്ര പേര്? ഇതൊക്കെ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചു. ഒരേ സമയം അള്ളാഹുവിന്റെ വജഹും ദഅവത്തും ഉദ്ദേശിക്കുന്ന മനുഷ്യരെ ഈ വിഷയത്തിലേക്ക് വിജയിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട കളന്തോട് കരീം മുസ്ലിയാർ ഇന്നും ഒരു മനുഷ്യന് മറക്കാൻ കഴിയില്ല, ആ സ്വാത്വികനായ മനുഷ്യനെ. കാരണം സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ പ്രയാസങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനോട് അടുപ്പിച്ച്, വിശുദ്ധമായ ഖുർആനോദി ഹബീബായ തങ്ങൾ പഠിപ്പിച്ച മഅ്സൂറായ ദിക്റുകൾ പഠിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യരെ ഉദ്ബുദ്ധരാക്കുകയും അവരുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കപ്പെടുകയും ആ ഖുർആൻ കൊണ്ട് ഇഹവും പരവും വിജയിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവ പരുവപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ്.
ബഹുമാനപ്പെട്ട കളംതോട് കരീം മുസ്ലിയാരെ പോലെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങളെ പോലുള്ളയും 1000 വരുന്ന സ്വാത്തികൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അവരോട് ദ്വാരക്കാൻ പറയാനും അവരിൽ ഇജാസത്ത് വാങ്ങാനും ഒക്കെ അതിനൊക്കെ തരപ്പറ്റിയ ആളുകളോടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോയാലും ഞങ്ങൾ നിന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിജയിക്കുകയും ഞങ്ങൾ തോറ്റാനും കുഴപ്പമില്ല, അള്ളാഹിൻ്റെ മുമ്പിൽ തോക്കില്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്.